നമ്മളിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായിട്ട് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഒരു വില്ലയുടെ അകത്താണ് 7 മീറ്റർ വൈഡ് റോഡാണ് കയറി വരുന്ന റോഡ് വന്നിട്ടുള്ളത്. മാത്രമല്ല അകത്തേക്ക് വരുന്ന റോഡുകളാണെന്നുണ്ടെങ്കിലും 5 മീറ്റർ വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരേ പാറ്റേണിലുള്ള 3 വീടുകളായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒരു വീട് സെയിലായിട്ടുണ്ട്. ബാക്കി 2 വീടുകൾ അവൈലബിൾ ആണ്. ഒരെണ്ണം 3 BHK ആണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 4 BHK ആണ്. 4 സെൻറ്റും 900 ലിങ്സും ഭൂമി വരുന്നുണ്ട്. 2100 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ മനോഹരമായിട്ട് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനിലുള്ള മതിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ എൻട്രൻസ് വരുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ട് ഡോറ് വരുന്നത് കൊണ്ട് തന്നെയായിട്ട് ഫ്രണ്ടിൽ ഒരു ബേബി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മതിലും ഗേറ്റും കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ടൊരു വലിയ വണ്ടി നമ്മുടെ പോർച്ചിനകത്ത് വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. പവർ സ്വിച്ച് വരുന്നുണ്ട്. അവിടെയായിട്ടൊരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ ഇത് തെക്ക് ഭാഗമായിട്ട് വരും. തെക്ക് ഭാഗത്തും കൈവീശി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഭാഗത്തായിട്ട് എലിവേഷനോട് ചേർന്ന് വരുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. ഇങ്ങനെ ഇവിടെയും കൈവീശി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ടൊരു കിണറും കൊടുത്തിട്ടുണ്ട്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 2 ചെയറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം. ഡോറ് വന്നിരിക്കുന്നത് 2 പീസ് ഡോറാണ് വന്നിട്ടുള്ളത്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. ഇങ്ങനെ അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭംഗിയായിട്ട് ഇതിൻ്റെ മേലെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 3 വാലി ഫ്രഞ്ച് വിൻഡോസാണ് പടിഞ്ഞാറ് വശത്ത് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് ഡൈനിങ്ങിനെ ലിവിങ്ങിനെ സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നല്ലൊരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളായി കൊടുത്ത് ഭംഗി ഒരു ലിവിങ് സ്പേസ് കിട്ടി. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസാണ്. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് സ്പേസ്. മാത്രമല്ല അതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. 4 പാളി വിൻഡോസാണ് ഇവിടെ വന്നുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടി. നേരെ നമുക്ക് ഇനി ഇതിൽ നിന്ന് വാഷ് ഏരിയ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വാഷ് ഏരിയയിലേക്കാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ ടേബിൾ കിട്ടിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. ടവൽ റാഡോ കൊടുത്ത് ഭംഗിയുള്ളൊരു വാഷ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെയും പാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. ഇത് കിഴക്ക് വശമാണ്, ഇത് വടക്ക് വശമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗമായിട്ട് വരും. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ചുറ്റും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കൈയെത്തുന്ന ഭാഗത്തെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. താഴെ ഏകദേശം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കിഴക്കോട്ട് പാകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോപ്പും ഒക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ വടക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ ഡോറ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കിണറാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണറും വന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. തെക്ക് പടിഞ്ഞാറ് വശമാണ്. ഇത് പടിഞ്ഞാറ് വശം, ഇത് തെക്ക് വശമാണ്. അപ്പോൾ കന്നിമൂലയായിട്ട് വരും. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഏകദേശം 12 അടിയോളം നീളം വരുന്നുണ്ട്. 10 അടിയോളം വീതിയും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കബോർഡ് വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. മാത്രമല്ല ഇവിടെയായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാൾഡ്രോബ്സ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ഇപ്പോൾ ബാത്റൂമിന് ഫ്രണ്ടിലായിട്ട് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ മാത്രമേ വരാനുള്ളൂ. ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജാഗോൻ്റെ ഫിറ്റിങ്സും സിറയുടെ ഫിറ്റിങ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ജാഗോൻ്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ നമ്മൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. സ്റ്റെയറിന് അടിയിലായിട്ടാണ് ഇൻവെർട്ടറും മറ്റും കൊടുക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സ്പേസ് മൊത്തത്തിൽ കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ലൈറ്റ് പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2ാമത്തെ ബെഡ്റൂമിലാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇത് പടിഞ്ഞാറ് വശമാണ്. 4 പാളി ജനൽ. ഇത് വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. 3 കബോർഡായിട്ട് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടിയോളം നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം.
സെറ ജാഗ്വർ തന്നെയാണ് ഇവിടെ ഫിറ്റിംഗ്സ് വന്നുള്ളത്. ജാഗ്വറിന്റെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്, ടവൽ റാമ്പും ഹീറ്റിന്റെ പോയിന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സോപ്പ് ട്രേയും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. നമ്മൾ ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്, സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിൽ വന്നുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രകാശം നമ്മുടെ അകത്തേക്ക് കടന്നു വരികയും ചെയ്യും. നേരെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നല്ല വലിപ്പമുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിന്. പിന്നെ ഈ ഭാഗം വരുന്ന കിഴക്ക് ഭാഗമാണ് 3 പാളി ജനൽ. മേലെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് യൂണിറ്റ് ഹാങ് ചെയ്യാം. ഇവിടെയായിട്ട് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു TV സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് താഴത്തെ അതേ സെയിം പാറ്റേണിലുള്ള ബെഡ്റൂമിലാണ്. 12 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഇത് തെക്ക് വശമാണ് 3 പാളി ജനൽ, അത് പടിഞ്ഞാറ് വശമാണ്, അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇതിന് LED ലൈറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെറയുടെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറ തന്നെയാണ്. ഇവിടെ വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ, ലൈറ്റ്, ടവൽ റാഡ്, സോഫ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടാണ് ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി, വീതി വരുന്നത് 12 അടിയോളം വരുന്നുണ്ട്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, നമുക്ക് ഒരു ബാൽക്കണിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റ് വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ നമുക്ക് കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. താഴത്തെ ടൈലെല്ലാം മാറ്റ് തന്നെയാണ്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്, ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. എല്ലാ മുറികളുടെയും ഡോറും മരത്തിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല വലിപ്പമുണ്ട് യൂട്ടിലിറ്റി ഏരിയക്ക്. പിന്നെ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു വാഷ് ബേസും വെച്ചിട്ടുണ്ട്, പവർ പോയിന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഷീറ്റ് ഇട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. മേലെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇങ്ങനെ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പവർ പോയിന്റും വാട്ടർ ലൈനും വേസ്റ്റ് ലൈനും നമുക്കിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അലക്കി വിരിച്ച് ഇവിടെ തന്നെ ഇടാം. അപ്പോൾ മേലെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അലക്കി വിരിച്ചിടാൻ ഈ സ്ഥലം പോരെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാം. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കും അത് യൂസ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നേരെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബാൽക്കണിയുടെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസൈൻ വരുന്നുണ്ട്, ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് ഒന്ന് ചുറ്റി ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മേലെയും മറ്റുമൊക്കെ വന്ന് സൺസൈഡിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാനും മറ്റുമൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ബാൽക്കണിയുടെ ഒരു ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ സ്പേസിലൊക്കെ നമുക്ക് ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് വീട് നിൽക്കുന്നത്. അതുപോലെ ബാൽക്കണിയുടെ എൻട്രൻസും വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി നമ്മളിവിടെ കണ്ടു. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വളരെ അടുത്തായിട്ടൊരു വില്ല പ്രോജക്റ്റാണ് വന്നുള്ളത്. സെലിബ്രിറ്റീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോജക്റ്റും കൂടിയാണ്. 7 മീറ്റർ വൈഡ് റോഡാണ് ഇതിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. 5 മീറ്റർ റോഡ് ഇൻ്റർ റോഡുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റും 900 ലിങ്സും വരുന്ന ഭൂമിയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന് ചോദിക്കുന്ന വില 76 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്.
വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതിൽ 3 BHK അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസ് സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഏരിയക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.